ഫിർഔൻ ഉന്നതമായ പദവി ഈ ഭൗതിക ലോകത്ത് അവന് കിട്ടാനുള്ള കാരണം എന്തായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരിക്കൽ മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചപ്പോൾ രണ്ട് കാരണങ്ങൾ പറഞ്ഞു. അതിലൊന്ന് പറഞ്ഞത്, എല്ലാ ദിവസവും കിഴക്ക് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ വെള്ള കീറിയാൽ പിന്നെ ഉറങ്ങൂല. എല്ലാ ദിവസവും കറക്റ്റായി അത് ശ്രദ്ധിക്കുമായിരുന്നു ഫിർഔൻ ലഅനത്തുല്ലാഹി. നമ്മളോ ഇന്ന് നമ്മുടെ തലമുറ സുബൈയുടെ സമയത്ത് കൂർക്കം വലിച്ച് ഉറക്കാൻ. പിന്നെ എങ്ങനെ ബർക്കത്തുണ്ടാവും? സാമ്പത്തികമായി ഒരു അഭിവൃദ്ധി ഉണ്ടാവൂല, കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവൂല, ഐശ്വര്യം ഉണ്ടാവൂല, മക്കളൊന്നും സാലിഹായി തീരൂല, മക്കൾ എത്ര വിദ്യാഭ്യാസം നേടിയാലും ഉന്നതമായ വിജയം ഉണ്ടാവൂല സുബഹിക്ക് ശേഷം കിടന്നുറങ്ങിയാൽ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ പറയിൻ. ബർക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ. തഴവാ ഉസ്താദിന്റെ വരികളാണ്. ബർക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ. ജീവിതത്തിൽ ബർക്കത്ത് വേണ്ട എന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? എങ്കിൽ എന്ത് ചെയ്തോ? സുബഹി കഴിഞ്ഞ് ഉറങ്ങിക്കോന്ന്. റമദാൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇതുവരെ തുടർന്ന് വരുന്ന ഒരു അമല് ഹാജിയാരെ ഒന്ന് പറയൂന്ന് പറഞ്ഞാൽ ആകെ ഒന്നേ നമുക്കുള്ളൂ. സാധാരണ സുബഹി കഴിഞ്ഞ എല്ലാ ദിവസവും ഞങ്ങൾ കുടുംബക്കാരെല്ലാവരും കൂടി ഒന്നിച്ച് ജമാഅത്തായിട്ട് ഉറങ്ങാറുണ്ട്. 2 മണിക്കൂർ മുടങ്ങിയിട്ടില്ല. അതായിപ്പോൾ ആകെ ഉള്ളത്. അവിടെ നമ്മൾ ജമാഅത്ത് ശ്രദ്ധിച്ച് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. സുബഹി കഴിഞ്ഞ് ഒന്നായിട്ടാണ് ഉറങ്ങില്ല. പാപ്പായും ഉമ്മായും വീട്ടിൽ വന്ന് വെല്ലടിച്ചാലും അവനൊക്കെ ഇല്ല, മൊത്തത്തിൽ ഉറക്കാണ്. എല്ലാവരും അകത്തുണ്ട്. 8 മണിക്ക് എഴുന്നേൽക്കുള്ളൂ. കാരണം അത് റമളാനിൽ തുടങ്ങി വെച്ചതാ, മുടക്കാൻ പറ്റത്തില്ല. ബാക്കിയൊന്നുമില്ല. തഹജ്ജുദ് നിസ്കരിച്ചായിരുന്നു റമളാനിൽ, അതില്ല. വിത്ർ നിസ്കാരം 3 റക്അത്ത് ഉണ്ടായിരുന്നു, അതും പോയിട്ടുണ്ട്. ളുഹാ നിസ്കരിക്കായിരുന്നു, അതുണ്ട്, അതിപ്പോൾ ഇല്ല. ഏതാ ഇപ്പോൾ ഉള്ളത്? ആകെ ഇത് മാത്രം. വേണമെങ്കിൽ സുബഹിക്ക് മുമ്പ് കഴിക്കുന്നത് തുടങ്ങി വെച്ചിട്ടും ഉണ്ടാവും. കാരണം അത് മുമ്പ് തുടങ്ങിയതല്ലേ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കും. ആ സമയമാകുമ്പോൾ ഒരു വിശപ്പ്. ഇതാണ് നമ്മുടെ അവസ്ഥ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ. അല്ലാഹു എൻ്റെ ഉമ്മത്തിൻ്റെ സമുദായത്തിൻ്റെ പ്രഭാതത്തിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യാത്ര പുറപ്പെടാൻ തുനിഞ്ഞാൽ പ്രഭാതത്തിൽ യാത്ര പുറപ്പെടുമായിരുന്നു. കച്ചവടത്തിന് വേണ്ടി പോകുമ്പോൾ രാവിലെ പോവും, ബറക്കത്താണ്. നമ്മൾ രാവിലെ കിടന്ന് ഉറങ്ങാൻ, ഉച്ച കഴിഞ്ഞിട്ട് പോകുള്ളൂ, ജോലിക്ക് പോകുള്ളൂ. നമ്മുടെ തലമുറ, ഇന്നത്തെ ചെറുപ്പക്കാർ 3 മണി വരെ മൊബൈൽ ഫോണിലിരിക്കും. പിന്നെ എന്ത് ചെയ്യുക? പിന്നെ അങ്ങനെ തളർന്നുറങ്ങാൻ. പിന്നെ അവനൊന്ന് തളർന്നുറങ്ങിപ്പോയതാണ്. ഇല്ലെങ്കിൽ കുറച്ചു നേരം കൂടെ സിനിമ ഉണ്ടാനെ. ഹോട്ട്സ്റ്റാറും നെറ്റ്ഫ്ലിക്സും കാണുന്ന എല്ലാ സംഭവം ഇവന് പൈസ കൊടുത്ത് 1 വർഷത്തേക്ക് റാഹത്തായിട്ട് ചെയ്തു വെച്ചിരിക്കുക. പ്രീമിയർ ക്വാളിറ്റിയിൽ സാധനം കണ്ടുകൊണ്ടിരിക്കുക. തിയേറ്ററിലൊന്നും പോകണ്ട, എല്ലാം ഇവിടെ കിട്ടി റാഹത്ത്. മുമ്പ് ടിക്കറ്റ് എടുക്കാം, ബ്ലാക്കിന് ടിക്കറ്റ് എടുക്കണം, അവിടെ പോയി ഇടിയുള്ളതാണ്. ഇപ്പം അതൊന്നും വേണ്ട, സുഖമായിട്ട് പരിപാടി. നല്ല അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ആണോ അല്ലയോ? എല്ലാം വിരൽ തുമ്പി വന്ന് വീട്ടിലിരുന്ന് ഹാജിയാർ ഇതെല്ലാം കാണുക. അന്നന്ന് കണ്ടു തീർക്കണം. പുതിയ പടം ഇതിപ്പോൾ ഇന്ന് കാണണം, അല്ലെങ്കിൽ നാളെ കാണാൻ വേറെ ഉണ്ട്, പുതിയത് ഇറങ്ങാൻ. അത്ര ബിസിയാണ്. ഡെയിലി കാണാൻ ഇഷ്ടംപോലെ പടങ്ങൾ. ഇംഗ്ലീഷ് സിനിമ ഉണ്ട്, ഹിന്ദി ഉണ്ട്, മലയാളം ഉണ്ട്, എല്ലാം ഇങ്ങനെ കാണുന്നുണ്ട്. ഇതിനപ്പുറത്തേക്ക് മറ്റ് ഷോസുകൾ ഓരോന്ന് വരുന്നു, വ്യത്യസ്തങ്ങളാകുന്ന ട്രെയിലറുകൾ വരുന്നു. ഇതിനപ്പുറത്തേക്ക് നല്ല ഇളക്കൊക്കെ ഉള്ളതാകുന്ന നല്ല പാട്ട് വരുന്നു, വ്യത്യസ്തമാകുന്ന പാട്ടുകൾ. ഇതെല്ലാം കണ്ട് ആസ്വദിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ പോയി ഒരു പോസ്റ്റ് ഇട്ടിട്ട് വരും, തിരിച്ച് പിന്നെയും വരും. എപ്പോഴും ആൾ ഹയാത്തിലുണ്ട്, മരിച്ചിട്ടില്ല. 3 മണിയാകുമ്പോൾ ആൾ മരണപ്പെട്ട്. മരണമാണല്ലോ, ഉറക്കമെന്ന് പറഞ്ഞ മരണമാണ്, വെറുതെ പറഞ്ഞതല്ല, മരിച്ച. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ, ഖുർആനാണ്. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതി ലം തമുതു ഫീ മനാമിഹാ ഫയുംസികു അല്ലതി ഖളാ അലൈഹൽ മൗത് വയുർസിലുൽ ഉഖറാ ഇലാ അജലിൻ മുസമ്മാ.
അള്ളാഹു പറയുകയാണ്, ഉറക്കത്തിലേക്ക് പോകുന്ന മനുഷ്യ മാനവാ, നിന്റെ ആത്മാവിനെ അള്ളാഹു പിടിച്ചു വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നീ ഉറക്കിലേക്ക് പോയത്. തിരിച്ചിട്ടെങ്കിൽ മാത്രമേ നിനക്ക് റൂഹുണ്ടാവുകയുള്ളൂ. തിരിച്ചു നൽകിയില്ല എങ്കിൽ നീ മരിച്ചു പോയി, നീ ശവമാണ്, മരണപ്പെടുകയാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. പഠിക്കണം, നല്ലതുപോലെ പഠിക്കും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അപ്പോൾ ഫിർഔൻ പറയുന്നു, 1-2 കാര്യങ്ങൾ കൊണ്ടാണ് അവന് ഭൗതിക ലോകം കീഴ്പ്പെടുത്താൻ പറ്റിയത്. ഒന്ന്, സുബഹി കിഴക്ക് വെള്ളം കയറിയാൽ പിന്നെ ഉറങ്ങൂല. രണ്ടാമത്തത്, ഒരു ഭക്ഷണത്തെ നിസാരപ്പെടുത്തൂല. ഒന്ന് എഴുന്നേറ്റ് വരാം, പുരുഷന്മാരൊക്കെ ഒന്ന് എടുത്തിട്ട് വാ. നിങ്ങളൊന്നും ചെറിയൊരു ദുആ നിർത്തുവാണ് പോരാ, എല്ലാവരും വാ, ആണുങ്ങളെല്ലാം വാ, നിർത്താണ്. രണ്ടാമത്തെ കാര്യം കൂടെ പറയാം, ഭയം വാ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും വരെ അവിടുന്ന് പുരുഷന്മാർ മോമിനിങ്ങളൊക്കെ വാ. അള്ളാഹു അനുസരണയുള്ള മോമിനിങ്ങൾ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. എല്ലാവരും വരെ, അള്ളാഹു കബൂലാക്കട്ടെ. ചെറിയൊരു ദുആ. അൻസാർ പുലിപ്പാറ വന്നിട്ടുണ്ട്, ഇനിയൊന്നും വേണ്ട. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ചീഫ് അഡ്മിനാണ്. പോരാ. രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത്, ഒരു ഭക്ഷണത്തെ നിസാരപ്പെടുത്തൂല. എത്ര ചെറിയ ഹുബൂസ് നിലത്ത് കിടന്നാലും അതെടുക്കും. ആരെടുക്കും? ഫിർഔൻ എടുക്കും. നമ്മളാണെങ്കിലോ ഭക്ഷണത്തെ അങ്ങ് നിസാരപ്പെടുത്തലാണിന്ന്. ഭക്ഷണം വിളമ്പുന്ന ആളുകൾ പോലും ഭക്ഷണത്തെ സൂക്ഷിച്ച് വിളമ്പാത്ത കാലഘട്ടം. വിളമ്പുമ്പോൾ പോലും നിലത്തേക്ക് പോകുന്ന കാലഘട്ടം. സൂക്ഷ്മത വരുന്നില്ല. സൂക്ഷിക്കണം, വലിയ അപകടമാണ്. ചോറ് കളയരുതേ, വിളമ്പി നിലത്ത് പൊഴിയരുതേ, 1 മണി അരിക്ക് പെരിയവൻ കൊടുത്ത പദവിയും മഹത്തമേറിയതാ, ശിഫയത് മുഴുക്കയാക്കിയതാ. തഴൗസാദിന്റെ വരികളാണ്. എന്താണ്? ചോറ് കളയരുതേ, വിളമ്പി നിലത്ത് പൊഴിയരുതേ, 1 മണി അരിക്ക് പെരിയവൻ കൊടുത്ത പദവിയും മഹത്തമേറിയതാ, ശിഫയത് മുഴുക്കയാക്കിയതാ. ചോറ് കളയാൻ പാടില്ല, അത് വിളമ്പി നിലത്ത് പൊഴിയാനും പാടില്ല. കാരണം ഒരൊറ്റ മണിക്ക് പോലും അള്ളാഹു കൊടുത്ത പദവി വളരെ വലുതാണ്, നൽകിയിരിക്കുന്ന പദവി. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. മുമ്പ് കാലങ്ങളിൽ നിലത്തോട്ട് വീണാൽ എന്ത് ചെയ്യുക ആചാര്യം? എന്ത് ചെയ്യും? നമ്മൾ എടുത്തിട്ട് അത് എടുത്ത് കഴിക്കും. ഇന്നത്തെ പിള്ളേരോ, ഇന്ന് നമ്മൾ തന്നെ വലിയ ആൾക്കാരായി മാറി. നമ്മൾ തന്നെ പിള്ളേരോട് അങ്ങോട്ട് പറയാം, അതെടുക്കണം, അത് ചീച്ചിയാ. എന്ത് ചീച്ചി? കുറച്ചാൾ മുമ്പ് ഇതുപോലെ ഒരു കഷ്ണം കിട്ടാൻ വേണ്ടി ആചാര് വിളിക്കാത്ത കല്യാണത്തിന് ഓഡിറ്റോറിയത്തിലൊക്കെ കയറി ഇറങ്ങിയെന്ന് ആചാര് ഇപ്പം പറയും ചീച്ചിയാന്ന്. നിലത്തോട്ട് കിടക്കുക. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നമ്മളിപ്പോൾ വലിയ ആളായി, കാരണം കാശുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കഷ്ണം പൊയ്ക്കോട്ടെ എന്നാ പറയാം. ചോറിനകത്തെങ്ങാനും പെണ്ണുങ്ങൾ ഒരു മുടി കടന്നാൽ ആ ചോറ്റും മാത്രം എടുത്ത് ഒറ്റയേറാണ് അടുക്കളയിലോട്ട്. ഇപ്പോൾ വലിയത്. മുമ്പാണെങ്കിൽ ആ മുടി ഉൾപ്പെടെ റാഹത്തായിട്ട് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ആണോ അല്ലയോ? ദാരിദ്ര്യം ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ട്, ഒരു 20 കൊല്ലം മുമ്പ്. അന്ന് വീടില്ല, ഇന്നുള്ള കാറില്ല, ഇന്നത്തെ അവസ്ഥാവിശേഷമൊന്നുമില്ല. ഇന്നിപ്പോൾ വീടായി, കാറായി, വാഹനമായി, മക്കളായി, കാശായി. ഇപ്പോൾ വേണമെങ്കിൽ വൈകിട്ട് ഒരു ആടിനെ വാങ്ങിച്ചിട്ട് കുഴിമന്തി വെക്കും. അതിനുള്ള അവസ്ഥ ഉണ്ടോ ഇല്ലയോ? ഇന്ന് വൈകിട്ട് മക്കൾ പറയും എനിക്ക് മട്ടൻ വേണമെന്ന് പറഞ്ഞാൽ പോകും ഇവിടുന്ന്. നല്ല മട്ടൻ വാങ്ങിച്ചിട്ട് നല്ല സെൻറ്ററിൽ നിന്ന് മട്ടൻ കൊണ്ടുവന്ന് അറത്ത് ഇവിടെ റെഡിയാക്കി, അല്ലേ? അതിനുള്ള അള്ളാഹു അവസരം തന്നിട്ടുണ്ട്. ചിക്കൻ വാങ്ങി പൊരിക്കണമെന്ന് എഴുതിയാൽ ഇന്നെന്തുണ്ട്? ഔഫലേ ആശുണ്ട്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പക്ഷെ റബ്ബിനെ നമ്മൾ ശുക്ർ ചെയ്ത് ജീവിക്കുന്നില്ല. അള്ളാഹു നന്ദിയുള്ള അടിമകളായി അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. അതുകൊണ്ട് റബ്ബ് നൽകിയിരിക്കുന്ന നിഅമത്ത് മറക്കാതിരിക്കുക, ശുക്ർ ചെയ്ത് ജീവിക്കുക. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്തി നിൽക്കുന്നതായ സമയത്തിലും സന്ദർഭത്തിലും നിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നതായ മലക്കിൻ്റെതാകുന്ന ചോദ്യമാണ്, ആദമിന്റെ പൊന്നുമോനെ ഇബ്ന ആദം അയ്ന ലിസാനുകൽ ഫസീഹ് വമാ അസ്കതഹുൽ ആദമിന്റെ പൊന്നുമോളെ, നിന്റെ നാവ് ഇന്ന് എവിടെ പോയി? നാവ് അനക്കാൻ പറ്റാത്തതെന്താണ്?
നല്ല വാക്ചാതുര്യമുള്ളതാകുന്ന നാവാട്ടക്കാരനായിരുന്നല്ലോ, ഒരുപാട് സംസാരിച്ചിരുന്നവനായിരുന്നല്ലോ. 10-20 ആളുകൾ ഒരുമിച്ച് കൂടിയാലും, ആയിരക്കണക്കിന് ആളുകൾ, 10,000-കണക്കിന് ആളുകൾ ഒരുമിച്ച് ഒരുമിച്ചാലും അവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് വാക്ചാതുര്യത്തോടുകൂടി സംസാരിച്ചിരുന്നവൻ, എന്തേ പൊന്നുമോനെ നിനക്ക് സംസാരിക്കാൻ പറ്റാതായി പോയത്? ആളുകളും 10 ആളുകളും ഒരുമിച്ചിരുന്നു കൊണ്ട് നിനക്കെതിരെ സംസാരിച്ചാലും അവരുടെ മുന്നിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് തൻ്റെ ഇടത്തോടുകൂടി വർത്തമാനം പറഞ്ഞിരുന്നവനല്ലേ, ചീത്ത വിളിച്ചവനല്ലേ, തെറിയഭിഷേകം നടത്തിയവനല്ലേ, ഫനായും ഫസാദും പറഞ്ഞുകൊണ്ട് നടന്നവളല്ലേ? എന്ത് പറ്റി പ്രിയപ്പെട്ട ഉമ്മ, എന്ത് പറ്റി പ്രിയപ്പെട്ട ഉപ്പ? വമാ അസ്കതഹുല്ലോ, നിന്റെ നാവിനെ അശക്തപ്പെടുത്തിയ വസ്തു എന്താണ്? നാവ് ചലിപ്പിക്കാൻ പറ്റാതായി പോയതെന്താണ്? ഒന്ന് പറയുമോ എന്ന് അവനോട് വന്നുകൊണ്ട് മലക്ക് ചോദിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മോനെ മാറ്റിക്കോ, മഴ പോയിട്ടുണ്ടല്ലോ. പോയില്ലേ? അപ്പൊ മലക്ക് വന്നുകൊണ്ട് ചോദിക്കുമെന്നാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അങ്ങനത്തെ ഒരു അവസ്ഥ എന്ന് ചിന്തിക്കും. തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്തി നിൽക്കുന്ന സമയത്ത് മലക്ക് വന്നുകൊണ്ട് ചോദിക്കും, ഒമാ അസ്കതഹുല്ലവും, നിന്റെ നാവിനെ അശക്തപ്പെടുത്തിയതായ വസ്തു എന്താണ്? നീ ഒരുപാട് വർത്തമാനം പറഞ്ഞിരുന്നവനാണല്ലോ, ഒരുപാട് സംസാരിച്ചിരുന്നവനാണല്ലോ, സംസാരപ്രിയനായിരുന്നല്ലോ. വൈകുന്നേര സമയത്ത് സഹോദരിമാർ അയൽവക്കത്തെ വീട്ടിൽ പോയി സൊറ പറയാൻ, കഥ പറയാൻ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട്, വാട്സാപ്പിൻ്റെ മറ്റുമൊക്കെ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ മെഷർമെൻറ്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഇതിലിടണം, ഏതൊക്കെയാണ് ഇടേണ്ടത്, ഇതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കാൻ വൈകുന്നേര സമയമാകുമ്പോൾ അയൽവക്കത്തെ വീട്ടിലെ മതിലിൻ്റെ ഓരത്ത് കയറിയിരുന്നിട്ട് കഥ പറയുകയാണ്. രാവിലെ ആണെങ്കിൽ വേസ്റ്റ് മൊത്തം കൂട്ടിയിട്ടിട്ട് അവരുടെ മതിലിൻ്റെ അതേ ഓരത്ത് തന്നെ കൊണ്ടുവന്ന് തീപ്പെട്ടി വെച്ച് കത്തിക്കുകയാണ്. അങ്ങോട്ട് പോകാൻ അങ്ങോട്ട് പോയിക്കോട്ടെ. വൈകുന്നേരം ആകുമ്പോൾ അതേ സ്ഥലത്ത് തന്നെ പോയിരുന്നിട്ട് കൈ അങ്ങോട്ട് വെച്ച് റാഹത്തായിട്ടിരുന്ന് കഥ പറയാൻ ഉള്ള ഫനായിക്കും ഫസാദിന് നേതൃത്വം. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ആണോ അല്ലയോ? ആണ്. ഇന്ന് നിന്റെ നാവ് എവിടെ പോയി? ഇന്ന് നാവ് അനക്കാൻ പറ്റുന്നില്ലല്ലോ, എന്താ നിനക്ക് സംഭവിച്ചു പോയത് എന്ന് നിന്നോട് മലക്ക് ചോദിക്കും. മറുപടി എന്തു കൊടുക്കും? എപ്പോഴാ ഇത് ചോദിക്കുക? തൊണ്ടക്കുഴി റൂഹത്ത് നിൽക്കുന്ന സമയം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹുവെ ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. എന്തെല്ലാം ഫസാദുകളും ഫനാകളുമാണ് ചെറുപ്പക്കാരാ നിന്റെ നാവ് കൊണ്ട് ഈ കാലം അത്രയും നീ പറഞ്ഞിട്ടുള്ളത്. ഏതെല്ലാം ഫനായ്ക്കും ഫസാദിനുമാണ് നീ നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആദരവായ പ്രവാചകന്റെ സവിധത്തിലേക്ക് സ്വഹാബത്തിൽ ചില ആളുകൾ ഓടിയിട്ട് പറയുകയാണ്, ആദരവായ പ്രവാചകരെ, തുവഫിയ സ്വഹാബിയു യാ റസൂലല്ലാഹ്, നബിയേ ഇന്നാലിന്ന സ്വഹാബിവര്യൻ മരണപ്പെട്ടിരിക്കുകയാണ്. ആദരവായ പ്രവാചകൻ ആ മരണപ്പെട്ടതാകുന്ന സ്വഹാബിവര്യനെ കാണാൻ, അദ്ദേഹത്തിന്റെ ജനാസയെ സന്ദർശിക്കാൻ വീട്ടിലെത്തുമ്പോ പുഞ്ചിരിച്ച് കിടക്കുന്ന ജനാസയാണ് കാണുന്നത്. പുഞ്ചിരിച്ച് കിടക്കുന്ന ജനാസ കണ്ടപ്പോ സ്വഹാബത്തിന്റെ മുന്നിൽ നിൽക്കുന്ന പ്രവാചകരോട് സ്വഹാബത്ത് വന്നുകൊണ്ട് ആവശ്യപ്പെടുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, ഈ കിടക്കുന്ന മനുഷ്യൻ പുഞ്ചിരിക്കുന്നതായി ഈ മനുഷ്യനെ കണ്ടിട്ട് തങ്ങൾ ഒന്നും പറയാതെ തിരിച്ചു പോയാണോ റസൂലേ? അദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് ഈ കുടുംബത്തിനെ ഒന്ന് പറഞ്ഞൊന്ന് സന്തോഷിപ്പിച്ചുകൂടെ ഹബീബേ? അബ്ശിറുഹു ബിൽ ജന്ന യാ റസൂലല്ലാഹ്, സ്വർഗാവകാശിയാണെന്ന് പറയുമോ റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ ഉടനെ സ്വഹാബിയോട് പറയുകയാണ്, ലാ ഇല്ല ഇല്ല, ഒരിക്കലും അത് പറയാൻ ഈ മുഹമ്മദിന് സാധ്യമല്ല. ആദരവായ പ്രവാചകന് സ്വഹാബത്തിന് തിരുത്തി കൊടുക്കുകയാണ്. എന്തേ കാരണമെന്ന് സ്വഹാബത്ത് അന്വേഷിക്കുമ്പോ കാരുണ്യത്തിന്റെ തിരുദൂതർ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഏതെല്ലാം വാക്കുകൾ കൊണ്ട്, മോശമാകുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട്, നാവ് കൊണ്ട് ആളുകൾ നോവിച്ചിട്ടുണ്ടാവാം. അത് അദ്ദേഹത്തിന് വിനയാകാം, പ്രയാസകരമാകാം. അത് നമുക്കറിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച്
സ്വർഗത്തിലാണെന്ന് പറയാൻ ഞാനില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ജനങ്ങളെ കുറിച്ച് ഫനായും ഫസാദും പറഞ്ഞുകൊണ്ട് നടക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ തീർച്ചയായും ശ്രദ്ധിക്കണേ, നരകമാണ്, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമേ ഹബീബുനാ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകർ തന്നെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുന്ന സന്ദർഭം സ്വഹാബത്ത് ഉൾപ്പെടെ കരഞ്ഞു പോവുകയാണ്. കാരണം പുഞ്ചിരിച്ചു കിടക്കുന്ന വ്യക്തിയെ കണ്ടിട്ട് പോലും നബി തങ്ങൾ സ്വർഗാവകാശിയാണെന്ന് പറയാൻ ധൈര്യപ്പെടുന്നില്ല. ഫലഅല്ലഹു അയതകല്ലമ ഫീമാ ലാ യഅനി. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ ഒരുപക്ഷെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം നാളെ സ്വർഗത്തിലാണെന്ന് പറയാൻ ഈ മുഹമ്മദിനെ കിട്ടൂല എന്ന് മരണപ്പെട്ട് കിടക്കുന്ന വ്യക്തിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ, നമ്മളാരെ കുറിച്ചും ചിന്ത വെക്കാൻ പാടില്ല. സ്വർഗാവകാശിയാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ട് നിലകൊള്ളണേ. വാപ്പ മരിച്ചാലും ഉമ്മ മരിച്ചാലും സഹോദരൻ മരണപ്പെട്ടാലും സഹോദരി മരണപ്പെട്ടാലും അവർക്ക് വേണ്ടി പാപമോചനത്തിന് അർത്ഥിച്ചുകൊണ്ട് നിലകൊള്ളണേ. പുറത്ത് നൽകുന്നവൻ അവനാണ്, പൊറുക്കലിനെ തേടേണ്ടത് നമ്മളാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ, ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണേ അല്ലാ. മരണ വീട്ടിൽ ചെന്നുകൊണ്ട് വന്നു കിടക്കുന്ന പത്രങ്ങൾ മുഴുവനും വായിച്ച് തീർക്കലല്ല, അവർക്ക് വേണ്ടി പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന സാലിഹീങ്ങളായ നല്ല മക്കളായി പിൻഗാമികളായി നമ്മൾ മാറണം. അല്ലാഹുവേ, അതിന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ, നീ അനുഗ്രഹിക്കണേ അല്ലാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ തന്നെ പ്രിയപ്പെട്ട അനുയായി വൃന്ദത്തിൽ ചിലരോട് പറയുകയാണ്, തഖല്ലലൂ സഹാബത്തെ, സഹാബത്തെ നിങ്ങൾ പല്ലു കുത്തണേ സഹാബ, പല്ലു കുത്തണേ സഹാബ. ഫഖാലൂ, ഉടനെ ആ സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, ഫവല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മാ തുഇന്നൽ ലൗമ തുആമൻ ഖത്തോ, ഇന്നേ ദിവസം ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല റസൂലേ, ഒരു ഭക്ഷണവും കഴിക്കാത്ത, ഒരു പാനീയം പോലും കുടിക്കാതെ നിലകൊള്ളുന്നതായ സ്വഹാബത്തിനെ നോക്കി അല്ലാഹുവിന്റെ റസൂൽ എന്തിനാണ് ഇത് പറഞ്ഞത്, എന്തിനാണ് പല്ലുകുത്താൻ വേണ്ടി ആവശ്യപ്പെട്ടത്? ആദരവായ പ്രവാചകർ ഉടനെ പറയുകയാണ്, പഠിച്ചു വെക്കണേ, റമദാനിന്റെ പകലിൽ നോമ്പ് നോൽക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമിനും ബാധകമാണ് ഈ ഹദീസ്. നോമ്പ് നോറ്റുകൊണ്ട് പള്ളിയുടെ അകത്തലങ്ങളിൽ കയറി കൂടിയ പ്രിയപ്പെട്ട മുസ്ലിമേ, നോമ്പ് നോറ്റുകൊണ്ട് വീടിന്റെ അകത്തലങ്ങളിൽ കഴിഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, ആദരവായ പ്രവാചകനെ പറയുകയാണ്, ഫവല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം സഹാബ, ഇന്നി റഅയ്തു, ഞാൻ വ്യക്തമായി കാണുകയാണ്, ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്നാരിന്റെ മനുഷ്യനതാകുന്ന മാംസം നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ കാണുന്നുണ്ട് സഹാബ, അത് കുത്തിയെടുക്കണേ, അത് കളയണേ. അഥവാ അനാവശ്യമാകുന്ന ഫനായും ഫസാദും നിങ്ങളതാ മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പച്ചമാസം തിന്നാനിടയായിരിക്കുകയാണ്. പരദൂഷണം പറയലതല്ലയോ, അവരനെ കുറിച്ച് ദൂഷണം പറയൽ പരദൂഷണമാണ്. അനാവശ്യമാകുന്ന വർത്തമാനങ്ങൾ പറയൽ, അവനിൽ ഉള്ളതാവട്ടെ അത് പറയൽ പരദൂഷണമാണ്, അത് ഇല്ലാത്തത് പറയൽ അത് കളവാണ്. ചെയ്യരുതേ മുസ്ലിമേ, അത് നിനക്ക് പാടില്ലാത്തതാണ്. മറ്റൊരാളുടെ അഭാവത്തിൽ ഒരാളെ കുറിച്ചുള്ളതാകുന്ന വർത്തമാനങ്ങൾ ഉള്ളത് തന്നെ പറയൽ പരദൂഷണമാണ്. അത് നിന്റെ പല്ലിനിടയിൽ കയറുന്ന കറയാണ്, പല്ലിനിടയിൽ കയറുന്നതാകുന്ന ഏറ്റവും മോശപ്പെട്ട മാംസമാണ്. അവന്റെ പച്ചമാംസം തിന്നുന്നതായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അതാണ് നിങ്ങളോട് കുത്തിക്കളയാൻ പറഞ്ഞത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. റമദാനിന്റെ പട്ടാപ്പകലിൽ പോലും ഇഅ്തികാഫിന്റെ പേരിൽ പള്ളിയുടെ അകത്തടങ്ങളിൽ ചടഞ്ഞുകൂടിയിരിക്കുന്ന നരബാധിച്ച ഉപ്പമാരില്ലയോ, വീടിന്റെ അകത്തളങ്ങൾ കഴിഞ്ഞുകൂടി തസ്മീമറിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ഉമ്മമാരില്ലയോ, ഫനായി ഫസാദും പറയാൻ നേതൃത്വം കൊടുക്കുകയാണ്.
വാ തുറന്നാൽ ഫനായാണ്, വാ തുറന്നാൽ ഹസദും അസൂയയുടെയും വാക്കുകളാണ്. എത്രയോ മോശപ്പെട്ട വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് പള്ളിയുടെ മുറ്റത്ത് വന്നിരുന്നു കൊണ്ട് സ്വറ പറഞ്ഞ് നമസ്കാരത്തെ വൃഥാവിലാക്കുന്ന, നോമ്പിനെ നഷ്ടപ്പെടുത്തി കളയുന്ന എത്രയോ ആളുകൾ ഇന്നത്തെ തലമുറയിലുണ്ട്. അവരുടെ ഇബാദത്തുകൾ പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയല്ലയോ? അതല്ലേ റസൂലുള്ളാഹി പറഞ്ഞത്, മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി. ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളും ആവശ്യമില്ലാത്ത പ്രവണതകളും നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒഴിവാക്കിയിട്ടില്ല എങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജ, ഫലൈസ ലില്ലാഹി ഹാജ. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിൻ സംഹാരകർത്താവായ ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനായ അള്ളാഹുവിന് അവൻ്റെതാകുന്ന നോമ്പോ അവന്റെ ഇബാദത്തോ അള്ളാഹ്ക്ക് ആവശ്യമേ ഇല്ല. ഫലൈസ ലില്ലാഹി ഹാജ ഫീ അൻ യദഅ ത്വആമഹു വശറാബാ. ഞാൻ പട്ടിണി കിടന്നവനാണ്, നോമ്പ് നോറ്റവനാണ്, ഇബാദത്ത് എടുത്തവനാണ്, ഞാൻ തഹജ്ജുദ് നമസ്കരിച്ചവനാണ്, ഞാൻ ഖുർആൻ ഖത്മ് തീർത്തവനാണ്, ഞാൻ ദിക്ർ ചൊല്ലിയവനാണ്, ഞാൻ സ്വലാത്തുകൾ അധികരിപ്പിച്ച് മദീനയിലെ രാജകുമാരനെ പല പ്രാവശ്യം കണ്ടവനാണ്. അവകാശത്തിന്റെ ഏതെല്ലാം വാറോലകൾ ഉന്നയിച്ചാലും പൊന്നുമോനെ രക്ഷപ്പെടാൻ പറ്റൂല. ആവശ്യമില്ലാത്ത വർത്തമാനം നിന്റെ നാവുകൊണ്ട് ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? നാളെ കൈകടിക്കേണ്ടി വരുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി തന്നെ പ്രിയപ്പെട്ട അനുയായികളോട് ചോദിക്കുകയാണ്, മനിൽ മുഫ്ലിസൂ. സഹാബത്തെ ആരാണ് പാവപ്പെട്ടവനെന്ന് പറയുമോ? സാബ, ഈ ദുനിയാവിലെ പാവപ്പെട്ടവൻ ആരെന്ന് പറയുമോ? ഫഖാലൂ, സഹാബത്ത് ഉറക്കെ വിളിച്ചു പറയുകയാണ്, അൽ മുഫ്ലിസു ഫീനാ, അൽ മുഫ്ലിസു ഫീനാ മല്ലാ ദിർഹമ ലഹു വലാ മതാ. ഞങ്ങൾക്കിടയിലുള്ളതാകുന്ന ദരിദ്രൻ ആരെന്നറിയില്ലേ റസൂലേ? പണമില്ലാത്തവനാണ്, ദിർഹമില്ലാത്തവനാണ്, ദീനാറില്ലാത്തവനാണ്, സ്വർണമില്ലാത്തവനാണ്, വെള്ളിയില്ലാത്തവനാണ്. അവനെയാണ് ഞങ്ങൾ പാവപ്പെട്ടവനായിട്ട് കണക്കാക്കുന്ന റസൂലേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അതല്ല യഥാർത്ഥ പാവപ്പെട്ടവൻ. ഞാൻ ചോദിച്ചത് ദുന്യവിയായ പാവപ്പെട്ടവനെ കുറിച്ചല്ല, മറിച്ച് ആഖിറത്തിൽ പാപ്പരായവൻ, ആഖിറത്തിൽ കൈകടിക്കേണ്ടി വരുന്നവൻ ആരെന്നറിയുമോ? അൽ മുഫ്ലിസു, യഥാർത്ഥ മുഫ്ലിസ് ആരെന്നറിയുമോ? യഅതി യൗമൽ ഖിയാമ. നാളെ പടച്ചറബിന്റെ ദർബാറിൽ കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തിക്കൊണ്ട് കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുന്ന ഘട്ടത്തിൽ അവൻ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കടന്നു വരുകയാണ്. യഅതി യൗമൽ ഖിയാമ ബിസ്സലാത്തിൻ വസിയാമിൻ വസകാ. അവൻ നമസ്കരിച്ച നമസ്കാരങ്ങളുമായി, അവൻ കൊടുത്തു വീട്ടിയ സകാത്തുകളുമായി, അവൻ നോറ്റു വീട്ടിയ നോമ്പുകളുമായി പടച്ചറബിന്റെ ദർബാറിൽ അമലുകളുടെ കോട്ട കടന്നു വരുമ്പോ, അല്ലാഹുവേ ഞാനിതാ നിസ്കരിച്ചിട്ടുണ്ട്, തഹജ്ജുദ് നമസ്കരിച്ചവനാണ്, ഞാൻ ഖുർആൻ ഓതിയവനാണ്, ഞാൻ നമസ്കാരത്തെ ചിട്ടവച്ചവനാണ്, ഞാൻ റമദാനിൽ മാത്രമല്ല എല്ലാ മാസങ്ങളിലും സുന്നത്തുകൾ കൃത്യമാക്കിയവനാണ്, നോമ്പുകൾ നോറ്റു വീട്ടിയവനാണ്, സകാത്തുകൾ കൊടുത്തു വീട്ടിയവനാണ്, പാവങ്ങളുടെ കണ്ണീരപ്പി, നിരാലംബർക്ക് അവലംബമായി, നിരാശരർക്ക് ആശ്രയത്വം കൊടുത്തു, വിധവകൾക്ക് അത്താണിയായി വർത്തിച്ചു, ഒരുപാട് പാവങ്ങളെ സഹായിച്ചു, ഒരുപാട് യതീമക്കൾക്ക് ഞാൻ വിവാഹത്തിന് വേണ്ടുന്ന ധനസഹായം കൊടുത്തു, എല്ലാ നിലക്കും എന്റെ സമ്പത്ത് പാവങ്ങളുടെ മേൽ ചെലവഴിച്ചവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചറബിന്റെ ദർബാറിൽ സ്വർഗം വാങ്ങിയെടുക്കാൻ കടന്നു വരുമ്പോ അവന് എതിരെ ഒരാൾ കടന്നു വരികയാണ്. അയാൾ വന്നിട്ട് പറയുന്നു, അല്ലാ ഇവനാരാന്നറിയുമോ? ഈ നമസ്കാരവും നോമ്പുമായിട്ട് നിന്റെ മുന്നിൽ വന്നുകൊണ്ട് വാചാരനായി നിലകൊള്ളുന്ന ഇവൻ, ഈ ഹാജിയാരായ മനുഷ്യൻ, ഈ 10-15 ഉംറ ചെയ്തുവെന്നും ഒരുപാട് ഹജ്ജ് ചെയ്തുവെന്നുമൊക്കെ ഗീർവാണം മുഴക്കുന്നതായി ഉപ്പ ആരെന്നറിയുമോ? അല്ലാ, ദുനിയാവിൽ എന്നെ വല്ലാതെ ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് അവഹേളിച്ചവനാണ്, എന്നെക്കുറിച്ച് ഫനാ പറഞ്ഞവനാണ്, എന്നെക്കുറിച്ച് ഫസാദ് പറഞ്ഞവനാണ്, എന്നോട് അസൂയ വെച്ചവനാണ്, എന്നോട് പക
കാണിച്ചവനാണ്, എന്നോട് വിദ്വേഷത്തോടുകൂടി പെരുമാറിയവനാണ്, ജനങ്ങളെ മുച്ചുവെച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് എന്നെക്കുറിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടവനാണ്, എന്നെക്കുറിച്ച് വാട്സാപ്പിൽ അനാവശ്യങ്ങൾ പ്രചരിപ്പിച്ചവനാണ്, എന്നെക്കുറിച്ച് ദുനിയാവിൽ ഒരുപാട് ഫനായും ഫസാദും പറഞ്ഞുകൊണ്ട് നടന്നവനാണ് എന്നൊരു പാവപ്പെട്ട മനുഷ്യൻ വന്നുകൊണ്ട് ആ വലിയ ഹാജിയാർക്കെതിരെ, അമലുകളുടെ കൊട്ടയുമായി വന്ന ഹാജിയാർക്കെതിരെ ഈ പാവപ്പെട്ട മനുഷ്യനും പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമത്രേ, അവന്റെ ചെയ്തിട്ടുള്ളതാകുന്ന നീ ചെയ്തിട്ടുള്ള ഏതെല്ലാം തെറ്റുകുറ്റങ്ങളുണ്ടോ, അഥവാ പാവപ്പെട്ട മനുഷ്യനാകുന്ന ഇവൻ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും എടുത്ത് ആ വലിയതാകുന്ന വ്യക്തിക്ക് അല്ലാഹു ചുമത്തി കൊടുക്കുകയാണ്. സ്വയമായി വലിയ ഗർവം നടിച്ചുകൊണ്ട് ഞാനാണ് ഉന്നതമായ അമല് ചെയ്തവൻ, ഞാൻ തസ്ബീഹ് മറിച്ചവനാണ്, ഞാൻ ഖുർആൻ ഖത്മ് തീർത്തവനാണ്, ഞാൻ ദിക്ർ ചൊല്ലിയവനാണ്, ഞാൻ സ്വലാത്ത് ഹൽഖക്ക് നേതൃത്വം കൊടുത്തവനാണ്, ഞാൻ ഒരുപാട് ദിക്റുകൾ ചൊല്ലിയവനാണെന്നൊക്കെ പറഞ്ഞ് വലിയ അഹന്ത വെച്ചുകൊണ്ട് അമലുകളുടെ കോട്ടയുമായി വന്നവന്റെ തലയ്ക്ക് മീതെ പാവപ്പെട്ടവന്റെ സർവ്വ തെറ്റുകുറ്റങ്ങളും അല്ലാഹു എടുത്ത് ചുമത്തുകയാണ്. അങ്ങനെ ചുമത്തി നിലകൊള്ളുമ്പോ മലക്കുകൾ പറയുകയാണ്, അല്ലാഹുവേ എല്ലാ തെറ്റുകളും തീർന്നുപോയി, ഇനിയുമുണ്ട് പടച്ച റബ്ബേ എന്ന് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അവന്റെ എല്ലാ നന്മകളും എടുത്ത് ഇവന് കൊടുക്കണേ. ഈ പാവപ്പെട്ടവന് ഇതുവരെ കടന്നു വന്നുകൊണ്ട് ഏതെല്ലാം നന്മകളുണ്ടെന്ന് കീർവാണം മുഴക്കിയോ, ഇവനെ ദ്രോഹിച്ച, ഇവനെ പ്രയാസപ്പെടുത്തി, ഇവനെ കുറിച്ച് ഫനായും ഫസാദും പറഞ്ഞ അവന്റെ സർവ്വ നന്മകളും എടുത്ത് ഈ പാവപ്പെട്ടവന് നൽകണേ എന്ന് പറയുകയാണ്. ആ നന്മകൾ മുഴുവനും എടുത്ത് ചുമത്തി ഇവന്റെ തെറ്റുകുറ്റങ്ങളും തലയ്ക്ക് മീതെ അടിച്ചേൽപ്പിക്കുകയാണ്. ആ തെറ്റുകുറ്റങ്ങൾ കൂടി കടന്നുകൂടുമ്പോ നരകം സുനിശ്ചിതമാണ്. കൈകാലുകൾ ചങ്ങല കൊണ്ട് ബന്ധിച്ചുകൊണ്ട് അവനെ നരകകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി അല്ലാഹു മലക്കുകളോട് പറയുമേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി ആദരവായ പ്രവാചകൻ പറയുകയാണ്, അവനാണ് മുഫ്ലിസ്, അവനാണ് ദരിദ്രൻ സ്വഹാബ. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ വന്നുകൊണ്ട് അമലുകളുടെ കൊട്ടയുമായി വന്ന് അവസാനം ഉള്ള അമല് മുഴുവനും അവൻ ആക്ഷേപിച്ചതാകുന്ന വ്യക്തിക്ക് മുഴുവനും കൊടുത്ത് ആക്ഷേപിക്കപ്പെട്ടവൻ്റെതാകുന്ന സർവ്വ തെറ്റുകളും ശരീരത്തിലേക്ക് കൊണ്ടുവന്ന് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടേണ്ടി വരുന്ന ഇവനാണ് ഏറ്റവും വലിയ ദരിദ്രനെന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട മുസ്ലിമേ, കൈതോടുള്ള പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മ, നിന്റെ ആഖിറത്തിന് വേണ്ടി ചിന്തിച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ ഫനായും ഫസാദും ഒഴിവാക്കണേ. പാരത്രികമാകുന്ന ലോകത്തിന് വേണ്ടി നന്മ ചെയ്യണേ. നമസ്കാരങ്ങളെ ചിട്ടവെക്കണേ. ഇബാദത്തുകൾ കണിശയുള്ളവരാകണേ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാണ് വ്യക്തമായി പഠിപ്പിച്ചത്. തൊണ്ടക്കുഴിയിലേക്ക് റൂഹെത്തി നിൽക്കുന്ന സമയത്ത് മലക്ക് ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം അതാണ്, ഐന ലിസാനുകൽ ഫസീഹ് വമാ അസ്കതഹുൽ ആദമിന്റെ പൊന്നുമോനെ, പൊന്നുമോളെ, നീ ഒരുപാട് വാക്ചാതുര്യമുള്ളവനായിരുന്നല്ലോ, എന്ത് പറ്റി എന്ന് സംസാരിക്കാൻ പറ്റാതായി പോയത് നിന്റെ നാവിനെ അശക്തമാക്കിയ വസ്തു എന്താണ്? എന്ത് പറ്റി നിനക്ക് നിന്റെ നാവിനെ അശക്തമാക്കിയ വസ്തു എന്താണ്? ആ സമയത്ത് നല്ല മറുപടി പറയാൻ പറ്റണം. അതാർക്കേ സാധിക്കുള്ളൂ? ജീവിതത്തിൽ എന്തെങ്കിലും സുഹൃതം ചെയ്തവർക്കേ പറ്റുള്ളൂ. നാവ് കൊണ്ട് 10 ദിക്ർ ചൊല്ലിയവൻ, ഖുർആൻ ഓതിയവൻ. നമ്മൾ ഇത്രയും കാലം ജീവിച്ചു, 30, 40, 50, 60, 70 വയസ്സായി. എത്ര ഖത്ം ഓതി? ഖുർആൻ എത്ര പ്രാവശ്യം സ്വന്തമായി ഖത്ം ഓതി തീർത്തിട്ടുണ്ട് സഹോദരങ്ങളെ. പാപ്പ മരിച്ചപ്പോൾ ഒരു ഖത്ത് ഓതിയതിന്റെ കാര്യമല്ല, അവനവന് സ്വന്തത്തിന് വേണ്ടി എത്ര ഖത്ം ഓതി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വചനം എത്ര പ്രാവശ്യം നമ്മൾ നമുക്ക് വേണ്ടി ചെയ്തു വെച്ചു. 1,00,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വന്തമായി ചൊല്ലിയ ആളുകൾ എത്ര പേർ? സൂറത്തുൽ ഇഖ്ലാസ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സൂറത്താണ്. ആ സൂറത്തിന് ഇഷ്ടം വെക്കുന്നവനെ തീർച്ചയായും അള്ളാഹു പ്രിയം വെക്കും. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവിൻ്റെ ഇനീഷ്യലായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത് സൂറത്തുൽ അഹദ്, സൂറത്തുൽ ഇഖ്ലാസ്. അള്ളാഹു അത് പരിപൂർണമായി ദീർഘമായി പാരായണം ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഇമാമികൾ രേഖപ്പെടുത്തുന്നു, 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് നമുക്ക് വേണ്ടി നാം ഓതിയിരിക്കണം.
നമുക്ക് വേണ്ടി ഓരോരുത്തരും അവരവർക്ക് വേണ്ടി സമയം കണ്ടെത്തണം. ഇതിനാണ് ഈ ഒഴിവ് കിട്ടുന്നത്. ഞായറാഴ്ച ഒരു ദിവസം ഒഴിവ് കിട്ടുമ്പോൾ എന്ത് വേണം? ഇന്നൊരു 1000 സൂറത്തുൽ ഇഖ്ലാസ് ഓതാം. അങ്ങനെ നിയ്യത്ത് ചെയ്യണം. 10 ദിവസം ഓണത്തിൻ്റെ അവധി കിട്ടുമ്പോൾ എന്താ നമ്മൾ നിയ്യത്ത് ചെയ്യേണ്ടത്? ഒരു 100 വട്ടം വീതം ഡെയിലി സൂറത്തുൽ ഇഖ്ലാസ് ഓതാം. 1000 തഹ്ലീൽ നമുക്ക് ചെല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒഴിവ് കിട്ടുമ്പോൾ അങ്ങനെയാണ്. വേണ്ട, ഇനി കൂടുതലൊന്നും വേണ്ട, കുറച്ച് ഒരു 100 ഇസ്തിഗ്ഫാർ ഡെയിലി മുടങ്ങാതെ ചെല്ലാം. 100 ലാ ഇലാഹ ഇല്ലല്ലാഹ്, 100 സ്വലാത്ത്. ഡെയിലി നമുക്കൊരു അമല് വേണം സഹോദരങ്ങളെ. എല്ലാവരും നിസ്കരിക്കും, ലോകത്തെല്ലാവരും നിസ്കരിക്കും. നിസ്കരിക്കാത്ത ഒരു മനുഷ്യരും ഇല്ല. ആ നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള റവാത്തിബുകളുടെ ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി അള്ളാഹുവിലേക്ക് എടുക്കാൻ പറ്റും. അതും ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം നമ്മൾ ഒന്നുകൂടി ളുഹാ നമസ്കാരം തുടങ്ങി, തഹജ്ജുദ് നമസ്കാരം റമദാനിൽ തുടങ്ങി വെച്ചത് മുടങ്ങാതെ ശ്രദ്ധിച്ചു വരുന്നു. അങ്ങനെ സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കുന്നു. അതിലൂടെ റബ്ബിലേക്ക് നമ്മൾ അടുക്കാണ്. മാസാല അബ്ദി ബിന്നവാഫിലി യഖ്റുബു ഹത്താ അകൂന ലഹു യദം വ അർജുല. അല്ലാഹുമായിട്ടുള്ള ബന്ധം നമ്മൾ സ്ഥാപിക്കുക. അതിലൂടെ നമുക്ക് ആത്മീയമാകുന്ന ഒരു പ്രകാശമുണ്ടാകും. നമ്മുടെ ഭൗതിക ലോകം മെച്ചപ്പെടും, സാമ്പത്തിക ഭദ്രതയുണ്ടാകും, കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും, മക്കള് സ്വാലിഹീങ്ങളാകും, റിസ്ക് വിശാലമാകും, നിന്റെ കാഴ്ചപ്പാട് വിശാലമാകും. നീ ഉദ്ദേശിക്കുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ട് അതൊക്കെ നിറവേറും. ദുനിയാവും ആഖിറവും സന്തോഷകരമായി തീരും. അതിനെന്ത് വേണം? നിന്റെ ജീവിതത്തിൽ ഈ കാര്യങ്ങളൊക്കെ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തി നീ മുന്നേറണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയിൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് കുറഞ്ഞ കാലഘട്ട ജീവിതമാണ് നമുക്കുള്ളത്. 60-70 വയസ്സു കാലഘട്ടം. ആ കാലഘട്ട ജീവിതത്തിൽ ധാരാളം സുഹൃതങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് നാം മുന്നേറണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ലോകം മുഴുവനും വലിയ ചിന്ത കൊടുത്തിട്ടുള്ള ആളായിരുന്നു ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. റംസീസ് രണ്ടാമൻ. ഇന്നും ഈജിപ്തിൻ്റെ മണ്ണിൽ പോയാൽ അവിടെ പല കടകൾക്കും റസാസ്യം എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും പല ടെക്സ്റ്റൈൽസുകൾക്കും പല ഷോപ്പുകൾക്കും ഫിർഔനിൻ്റെ പേര് അഥവാ മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് അവിശ്വസിച്ചതാകുന്ന റംസീസ് രണ്ടാമൻ റസാസിം എന്ന പേരിൽ അറിയപ്പെടുന്ന അവൻ്റെ പേരിൽ ഇപ്പോഴും അവിടെ കടകൾ കിടണമെങ്കിൽ എത്രത്തോളം സ്വാധീനം അവൻ്റെ ചരിത്രം ആ നാട്ടുകാരിൽ ഉണ്ടാക്കിയിട്ടുണ്ടാകും ചിന്തിക്കണം. വലിയ സമ്പന്നനായിരുന്നു. ബുർജ് ഖലീഫ നമുക്കെല്ലാവർക്കും അറിയാം. ദുബൈയിലെ ഏറ്റവും ഉയരമുള്ളതാകുന്ന നിർമ്മിതമുള്ള കെട്ടിടമാണ്. അതിനേക്കാളൊക്കെ ഉപരി വലിയ ഉയരത്തിൽ വലിയ കെട്ടിട സമുച്ചയം ഉണ്ടാക്കി അള്ളാഹുവിനെ അമ്പെയ്ത് നോക്കിയവനാണ് ഫിർഔൻ. യാ ഹാമാനു ഇബ്നി ലി സർഹൻ ലഅല്ലി അബ്ലുഗൽ അസ്ബാബ് അസ്ബാബ് അസ്സമാവാതി ഫഅത്തലിഅ ഇലാ ഇലാഹി മൂസ. ഖുർആനാണ്. വലിയ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് അള്ളാഹുവിനെ അമ്പെയ്തു ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. അവൻ കാണിച്ച അഹങ്കാരത്തിനും അക്രമത്തിനും ഒന്നും അതിരില്ല. ഞാനാണ് ഏറ്റവും വലിയ റബ്ബി എന്ന് വാദിച്ചവരുന്നവനാണ്. ഇറാഖിൽ നിന്ന് കുടിയേറി പാർത്ത് പലസ്തീനിലേക്ക് വന്ന് ഈജിപ്തിലേക്ക് വന്ന് അവിടെ വന്ന് ശവകുടീരത്തിന് കാവലിരുന്ന് അവസാനം അവിടെ കൈക്കൂലി കൊടുത്ത് പട്ടാളത്തിൻ്റെ ഭാഗത്ത് കയറിപ്പറ്റി പട്ടാള മേധാവിയായി. പിന്നീട് രാജാവ് മരണപ്പെട്ടപ്പോൾ അക്കാലഘട്ടത്തിലെ ചക്രവർത്തിയായിരുന്ന ഫിർഔൻ മരണപ്പെട്ടു പോയപ്പോൾ അതിലേക്ക് കയറിക്കൂടി വ്യക്തിയാണ്, അധികാരം പിടിച്ചെടുത്തവനാണ് റസാസിം എന്ന് പറയുന്ന മൂസാ നബിയെ കൊണ്ട് വിശ്വസിച്ചതാകുന്ന ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. ചരിത്രം വിശാലമാണ്, ഞാനിപ്പോൾ അതിലേക്ക് കടക്കല്ല. അങ്ങനത്തെ